ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു LED ബൾബിൽ റിപ്പയറിംഗ് ആണ്. അത് നമ്മൾ റീചാർജബിൾ ബൾബായിട്ടുള്ള LED ബൾബാണ് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉള്ളിൽ ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ AC സെക്ഷൻ ഉണ്ടാവും, അപ്പോൾ DC സെക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മളത് ഇൻവെർട്ടർ പോലെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ബൾബുകളാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ബൾബ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാടൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട് AC വർക്ക് ചെയ്യുന്നുണ്ട്, DC വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതേപോലൊരു കംപ്ലൈൻറ്റാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് DC, അതായത് നമ്മളിപ്പോൾ എമർജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ AC കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മിന്നി കളിക്കുന്നുള്ളൂ, വർക്ക് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ AC കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇവിടെ മിന്നി കളിക്കുന്നത് മാത്രമായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ റീചാർജിങ് ഒക്കെ നടക്കുന്നുണ്ട്, AC ആണ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വോൾട്ടേജ് അളക്കാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് അളന്ന് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്കിതിൽ ചെറുതായിട്ട് മിന്നി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു 48 വോൾട്ട് 40 വോൾട്ട് വരെയൊക്കെ വരുന്നുണ്ട്. 45 മുതൽ 40 വോൾട്ട് വരെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഓക്കെയാണ്. അപ്പോൾ LED ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏത് LED പോയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മളിവിടെ 9 വോൾട്ടിൻ്റെ ഒരു കണക്ടറും ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ 9 വോൾട്ടിൻ്റെ LED ആണ് ഇതിൽ വരുന്നത്. നമ്മൾ മൾട്ടിമീറ്ററിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ LED കത്തുന്നില്ല. അപ്പോൾ അത് 9 വോൾട്ട് അതിൽ വോൾട്ടേജ് വരുന്നുണ്ട്. കൂടാതെ ചില LEDകൾ 3 വോൾട്ടിലായിരിക്കും വരിക, ചിലത് 9 വോൾട്ട്, ചിലത് 18 വോൾട്ടിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മളത് കണക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ 9 വോൾട്ട് ആയതുകൊണ്ട് നമ്മൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ട് ഓരോ LED നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പോയ LED ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ചില LED ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഡോട്ടായിട്ടിരിക്കണം, ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോവാത്ത LEDകളൊക്കെ ചിലത് കാണാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള LED ആണ് ഇതൊക്കെ. അപ്പോൾ പോയതൊക്കെ ഞാനിവിടെ വെട്ടിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ LED നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചില സമയത്ത് കത്തുന്നുണ്ടെങ്കിലും നമ്മൾ പിന്നീട് അത് പവർ കണക്ട് ചെയ്യുമ്പോഴും അത് പിന്നീട് കത്തുന്ന ആ ഒരു പ്രശ്നം വരാം. അപ്പോൾ ഡ്രൈ സോൾഡർ പോലെയൊക്കെ നമുക്കത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ഡ്രൈ സോൾഡർ പോലെ നമുക്ക് തോന്നാറുണ്ട്. നമുക്കിപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ LED കത്തുന്നുണ്ട്, പിന്നീട് നമ്മളിത് നോക്കുമ്പോൾ കത്താത്ത ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ചിലത് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അത് കത്തും, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചിലത് കത്തുന്നുണ്ട്. 3 ബൾബാണ് ഇപ്പോൾ ഇതിൽ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 9 വോൾട്ട് കൊടുക്കുമ്പോൾ 3 എണ്ണം കത്തുന്നില്ല. അപ്പോൾ അവിടെ DC വർക്കിംഗ് ആണ്, അതാണ് നമ്മൾ കാണുന്ന DCൻ്റെ LED ആണ് കത്തുന്നത്. ബാക്കി വരുന്ന LED എല്ലാം AC വരുന്നതാണ്. അപ്പോൾ ഈ 3 LED വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈ സോൾഡർ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബ്ലോവറോ എന്തെങ്കിലും വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് LEDൻ്റെ കണക്ഷനൊക്കെ ഇവിടെ നിന്ന് വിടിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 വയറാണ് ഇതിൽ വരുന്നത്, ചിലതിൽ 3 വയറാണ് വരുന്നത്. അപ്പോൾ ഒന്ന് കോമൺ ആയിട്ടും ബാക്കി 2 ബാറ്ററിയിലേക്കുള്ളതാണ് വരിക. അപ്പോൾ നമ്മളിവിടെ വയർ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം നമുക്കിതിൽ ഹീറ്റ് സിങ്ക് എക്സ്ട്രാ ഒരു ഷീറ്റ് കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് LED ഒന്ന് ഹീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഹീറ്റ് സിങ്ക് കൂടി ഇങ്ങോട്ട് വിടിയിച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് വെച്ചതാണ്, ഇത് കമ്പനി അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സംഭവം നമ്മൾ നല്ല തിക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിടിച്ചെടുക്കാവുന്നതാണ്. അതിന് ശേഷമാണ് നമുക്ക് ഒന്നുമില്ല LED ഊരി മാറ്റാനോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തൊക്കെ നോക്കാനായിട്ട് പറ്റുകയുള്ളൂ. കൂടാതെ ഒരു മിഡ് റേഞ്ചിൽ വരുന്നതായതുകൊണ്ട് ഇതിന് PCB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ബോർഡാണ് നമുക്കിതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ഡ്രൈ ബോർഡ് ഉണ്ട്, കൂടാതെ ഉള്ളിൽ ബാറ്ററി കാണുന്നുണ്ട്, റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ബോർഡ് ഉള്ളതുകൊണ്ട് ഇതിൽ ഡ്രൈ ബോർഡിലൊന്നും പ്രശ്നം സാധാരണ വരാറില്ല. വോൾട്ടേജ് റെഡി ആയതുകൊണ്ട് ഇതിൽ കൂടുതലും LED കംപ്ലയിൻറ്റ് വരുന്നത്. ഇതിന് മെയിനായിട്ട് LED കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം ഇതിന് ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു എന്താ പറയുക, സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം ഇതിൽ കുറവാണ്. ഇത് നമുക്ക് തന്നെ കണ്ടാൽ അറിയാം. നമ്മൾ ആ ഹീറ്റ് സിങ്ക് ഇവിടെ ഒരു ഷീറ്റ് മാത്രമായിട്ട് വെച്ചിട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു ബൾബിലാണെങ്കിൽ അത് അതിൻ്റെ കേസിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ഷീറ്റ് പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിലത് വരുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ LED ഒക്കെ മെയിനായിട്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ അവരങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടി ബെറ്ററായിട്ട് കിട്ടിയാണ്. അപ്പോൾ ഉള്ളിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇവർ ഫ്രണ്ടിൽ തന്നെ ഹീറ്റിങ് വെച്ചിട്ടുള്ളത്, ഹീറ്റ് പുറത്ത് പോകാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു എയർ ഹോളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിക്ക് ഓവർ ഹീറ്റ് വരുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിരിക്കണം ഇതേപോലെ അവർ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഹീറ്റാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ LED ഹീറ്റാക്കി നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്ത് കിട്ടിയുള്ളൂ. അപ്പോൾ റെഡി ആവുന്നില്ല. അപ്പോൾ 3 LEDയിൽ ഞാനവിടെ 22 ഓംസിൻ്റെ 1 വാട്ടിൻ്റെ റെസിസ്റ്റർ ഇട്ടിട്ട് ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സംഭവം വർക്കിംഗ് ആണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ LED നമ്മുടെ അടുത്തില്ല, അല്ലെങ്കിൽ പഴയ ബോർഡിൽ നിന്ന് എടുത്തിടാനില്ലെങ്കിൽ നമുക്കിതിൽ 22 ഓംസിൻ്റെ 1 വാട്ട് റെസിസ്റ്ററൊക്കെ ഇട്ടിട്ട് ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കത്തിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലുള്ള LED ബോർഡ് ഇതേപോലെ പോയതുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊക്കെ ഊരിയിട്ട് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മൾ ഇതിലിപ്പോൾ റെസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റർ വെച്ച് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പോയ LED നമുക്കതിന് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബ്ലോവർ കൊണ്ടാണ് അതിന് ഹീറ്റാക്കി നോക്കിയത്. ഇപ്പോൾ നമ്മൾ സോൾഡർ ഗൺ വെച്ചിട്ട് നമുക്ക് ഊരി കളയാവുന്നേ ഉള്ളൂ, എളുപ്പത്തിൽ തന്നെ ഊരി കളയാം. ജസ്റ്റ് ഒന്ന് കുത്തി ഇതാക്കി കഴിഞ്ഞാൽ ഊരി കളയാവുന്നതാണ്. അങ്ങനെ അത് ഊരി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെസിസ്റ്ററിൻ്റെ കാലൊക്കെ ഒന്ന് വളച്ചിട്ട് നമുക്ക് ഉള്ളിൽ പിടിപ്പിക്കാവുന്ന രീതിയിലാക്കിയിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 LED ആണ് നമ്മൾ ഈ ബോർഡിൽ പോയിട്ടുണ്ടായിരുന്നത്, AC സെക്ഷനിൽ. അപ്പോൾ DC പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3 LEDക്ക് പകരം നമ്മളുടെ റെസിസ്റ്റർ ഇട്ടിട്ട് നമ്മളതിൻ്റെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ 22 ഓംസ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു മാക്സിമം ഒരു 4 വോൾട്ട് വരെ നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഈ ബൾബ് കത്തുന്നതിന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലോണം ടൈമൊക്കെ കത്തുന്നത് 2-3 ദിവസമൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും ബൾബ് വർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ റെസിസ്റ്റർ ഇട്ടിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബൾബ് ഓക്കെയാണ്, നമുക്ക് കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ LED കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പോയ LEDക്ക് പകരം 22 ഓംസിൻ്റെ റെസിസ്റ്റർ ഇട്ടിട്ട് 1 വാട്ട് റെസിസ്റ്റർ ഇട്ടിട്ട് നമ്മളത് ജമ്പ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഷോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റായിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള ലോഡ് കറക്റ്റ് ആവാണ്ട് ബാക്കിയുള്ള LED പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകും. തൽക്കാലം കത്തി കിട്ടുമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഞാൻ മറ്റൊരു ബൾബ് ഇതേപോലെ നമുക്ക് നന്നാക്കി നോക്കാം. അപ്പോൾ ഇതൊരു വിധം കുറഞ്ഞ മോഡൽ ബൾബാണ്, ബൾബിൻ്റെ ബോർഡാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് നമുക്ക് എല്ലാ സർക്യൂട്ട് SMD സർക്യൂട്ട് കാര്യങ്ങളെല്ലാം ഈ PCB തന്നെ വരുന്നത്. മെയിൻ ഫിൽറ്റർ മുതൽ കപ്പാസിറ്റർ കാര്യങ്ങൾ കോയിലൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൽ തന്നെ വരുന്നുണ്ട്. ഓവർ ഹീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചില ബൾബുകൾക്ക് പെട്ടെന്ന് അടിച്ചു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയൊരു ബോർഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 3 LED എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ പോയ ഒരു ബോർഡിൽ, അപ്പോൾ ഇത് ബോർഡ് അടിച്ചു പോയതുകൊണ്ട് നമുക്ക് ഇന്ന് LED ആണ് എടുക്കുന്നത്. കൂടാതെ ഇതിലൊരു 3-4 LED പോയിട്ടുണ്ട്. ബ്ലാക്ക് ഡോട്ടായിട്ട് കാണുന്നത് LED പോയതാണ്. അപ്പോൾ നമുക്ക് പോകാത്ത 2-3 LED എടുത്തിട്ട് നമുക്ക് വേറൊരു LED ബോർഡ് കൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ LED എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൈഡിലൂടെ വരുന്നത് 9 വോൾട്ടിൻ്റെ LED ആയിരിക്കും സാധാരണ വരാറ്, അല്ലെങ്കിൽ 18 വോൾട്ട് ആയിരിക്കണം കേട്ടോ. അതായത് സെൻറ്ററിൽ വരുന്നത് 3 വോൾട്ടിൻ്റെ LED ആണ്. അപ്പോൾ LED മാറിപ്പോരുത്, 9 വോൾട്ടിൻ്റെ LED തന്നെ ആയിരിക്കണം. നമ്മളത് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം എടുക്കാൻ. അങ്ങനെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം നമ്മൾ ഊരിയെടുക്കുക. എന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാറ്റി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വർക്ക് ചെയ്യുന്നൊരു ബോർഡാണ്. അപ്പോൾ അതിൽ 3 LED ആണ് വീക്കായി പോയിട്ടുള്ളത്. നമുക്ക് പഴയ ബോർഡിൽ നിർത്താം 3 LED നമുക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ബ്ലോവറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സോൾഡറിങ് ആണൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ബ്ലോവർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ആ റെസിസ്റ്റർ വെച്ചിട്ട് ഷോർട്ട് ചെയ്യുന്ന പോലെയാണെങ്കിൽ നമുക്ക് പഴയ LED സോൾഡറിങ് കൊണ്ട് തന്നെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് റെസിസ്റ്റർ അവിടെ പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള LED പിടിപ്പിക്കാൻ നമുക്ക് ബ്ലോവർ പോലെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്കൊന്ന് ഓവർ ഹീറ്റ് വേണം, എന്നാലാണ് നമുക്ക് ഇതിലൊന്ന് ബൾബ് ഇളക്കിയെടുക്കാനും അതേപോലെ തന്നെ റീസോൾഡർ ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് 3 ബൾബ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പോയ 3 LED ബൾബ് നമ്മളിവിടെ ബ്ലോവറിൻ്റെ സഹായത്തോടെ നമ്മളിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് പവർ കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 LED ബൾബ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പവർ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വയർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സീരിയൽ കണക്ഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇതിലേക്ക് പവർ കൊടുക്കുന്നത്, ഷോർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഹോൾഡറിലേക്ക് ഇട്ട് നോക്കിയാലും മതി. അപ്പോൾ നമ്മൾ ഹോൾഡർ കണക്ട് ചെയ്യുന്നവരെ നമ്മളിവിടെ പവർ സീരിയൽ കണക്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്ത് നോക്കുകയാണ്. നമ്മളിവിടെ LED ബ്ലിങ്ക് ആവുന്നുണ്ട്, വർക്കിംഗ് ആണ്. അപ്പോൾ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, നല്ല ചുറ്റുമുള്ള LED ഒക്കെ നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു LED ഷോർട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ LED കൂടി നമുക്ക് വേണമെങ്കിൽ മാറ്റിക്കളയാം. നമ്മളിപ്പോൾ ഇട്ട LED ഒന്ന് ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി നമുക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ റെസിസ്റ്റർ വെച്ച് ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ബൾബ് നന്നാക്കി. കൂടാതെ നമ്മൾ LED പോയത് മാറ്റിയിട്ട് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ്, നമുക്കിതൊക്കെ പോയാലും നമുക്ക് ബാറ്ററി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡൊന്നും വർക്കിംഗ് അല്ല, LED ഒക്കെ പോയതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു PCB ഇപ്പം മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സിംഗിൾ ബോർഡാണ്. ഇവിടെ ഫേസ് ന്യൂട്രൽ കാണിക്കുന്നുണ്ട് കണക്ഷൻ.
അതായത് ഇവിടെ ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ട്, അവിടെ നിന്ന് ഇവിടെ കൺട്രോളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ LED കണക്ഷനിലേക്ക് സീരിയൽ ഇതാണ് പോകുന്നത്. കൂടാതെ അവിടെ ബാറ്ററി കണക്ഷൻ ഉണ്ട്, അതായത് DC കൺവെർട്ടർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി സിമ്പിളായിട്ടുള്ളൊരു ബോർഡാണിത്. അപ്പോൾ ഇതിൽ ഒരു LED വന്നിട്ട് 18 വോൾട്ടിൻ്റെ LED ആണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഒരു ചുറ്റും കാണുന്ന LED 18 വോൾട്ടിൻ്റെ വരുന്നത്. സെൻറ്ററിൽ വരുന്ന LED വന്നിട്ട് നമുക്ക് 3 വോൾട്ടിൻ്റെ LED ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ വോൾട്ടേജൊക്കെ നമുക്കിതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ 18 വോൾട്ട് 1 വാട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൂടാതെ നമ്മളിവിടെ 0.3 വോൾട്ടിൻ്റെ LED 5 വാട്ട്സ് എന്നൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് കമ്പനി വരുന്ന LED ബൾബുകളൊക്കെ വരുന്ന ലൈറ്റും കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ കുറഞ്ഞ LED ബൾബിൽ നമുക്ക് അത്രയും ലൂമിൻസ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. എന്നുവെച്ചാൽ അത്രയും ക്വാളിറ്റി കുറച്ചിട്ടാണ് അവർ ഇറക്കുന്നത്. പിന്നെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം നന്നാക്കി എടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ കറക്റ്റ് ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഒരുപാട് നാൾ നിൽക്കുന്നതാണ്. കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന ബോർഡൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് ബാറ്ററി കണക്ഷനാണ് ഇവിടെ കാണുന്നത്. പ്ലസും മൈനസാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ 3.7 നമ്മുടെ ബാറ്ററിയാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നോർമൽ 3.7 ഇങ്ങനത്തെ ബാറ്ററി നമുക്ക് പഴയ ബാറ്ററി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബാറ്ററി മേടിക്കാൻ കിട്ടും. അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്ലസ് കണക്ഷൻ നേരെ വന്നിട്ട് നമുക്കൊരു വയർ സോൾവ് ചെയ്ത് ഇവിടെ പ്ലസ്സിലേക്ക് കൊടുക്കാം. അതേപോലെ മൈനസ് കണക്ഷനും നമുക്കിതിലേക്ക് മൈനസ് കണക്ഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമുക്കിവിടെ ഫേസ് നോട്ടോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇൻവെർട്ടറുമായിട്ട് നമുക്ക് LED ബൾബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്കൊരു മറ്റൊരു ബൾബും കൂടി നമുക്ക് ഇവിടെ കംപ്ലൈൻറ്റ് ഉള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് LED പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു LED നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് 9 വോൾട്ടിൻ്റെ ബൾബ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ 2 ബൾബ് കൂടി പോയിട്ടുണ്ട്. നമുക്കത് വേഗം ഊരി മാറ്റി വേറെ നമ്മൾ പഴയ ബോർഡിലുള്ള വർക്ക് ചെയ്യുന്ന LED നോക്കിയിട്ട് നമുക്ക് പറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ബൾബുകളൊക്കെ നന്നാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ബൾബുകൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടാക്കാൻ നമുക്ക് ഒരെണ്ണമൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്നിൻ്റെ ബോർഡാണ് കംപ്ലൈൻറ്റ് എങ്കിൽ LEDൻ്റെ വോൾട്ടേജൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കണക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കമ്പനി ബൾബൊക്കെ ആണെങ്കിൽ കംപ്ലൈൻറ്റ് കുറഞ്ഞ് കിട്ടും. 1 വർഷം വാറണ്ടിയിലൊക്കെ വരുന്നതാണ്. അപ്പോൾ കുറഞ്ഞ ബൾബുകളൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇൻവെർട്ടർ ബൾബൊക്കെ നമുക്കിപ്പോൾ വില കുറഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്, 200 രൂപ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ക്വാളിറ്റി ഉള്ളതൊക്കെ മേടിക്കുമ്പോൾ കുറച്ചുകൂടി കാലം കൂടുതൽ കിട്ടും, നല്ല വെളിച്ചവും കാര്യങ്ങളും ബാക്കപ്പൊക്കെ കൂടുതൽ കിട്ടുന്നതാണ്. അതേപോലെ ബാറ്ററി പോയാലും നമുക്ക് ബാറ്ററിയൊക്കെ മാറ്റിയിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള LED ബൾബും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്, നമ്മൾ LED ബൾബ് എങ്ങനെ നന്നാക്കി എടുക്കാമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ പ്ലേലിസ്റ്റിൽ ചാനലുണ്ട് കേട്ടോ. നമുക്ക് ചാനൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ LED ബൾബ് ഇങ്ങനെയൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി PCB കാര്യങ്ങളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് മേടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ബോർഡ് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡർ ചെയ്തിട്ടൊക്കെ പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ബൾബ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ലോണം വർക്കിംഗ് ആണ്. നമുക്ക് നേരെ ഡയറക്റ്റ് കറണ്ട് കൊടുത്ത് നോക്കിയാൽ ഇവിടെ വർക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ ഹോൾഡറിലേക്ക് ഇട്ട് കാണിക്കുകയാണ്. കണ്ടോ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു കിടലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.